അരുണൊന്ന് തുടരുക. കെ അനിൽകുമാർ CPM നേതാവ് നമുക്കൊപ്പമുണ്ട്. ശ്രീ അനിൽകുമാർ, അനിമോൻ അദ്ദേഹത്തിന്റെ ഈ ശബ്ദ സന്ദേശത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ പിൻവലിക്കുകയാണ്. തനിക്ക് തെറ്റിപ്പറ്റി, തെറ്റിദ്ധാരണയുണ്ടാക്കി, താൻ സർക്കാരിൽ നിന്ന് ആരും പണം സ്വീകരിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നിങ്ങൾക്കേറെ അനുകൂലമായ ഒരു പിന്മാറ്റമാണ് അദ്ദേഹത്തിൻ്റെത്. ഇല്ല, അനിമോന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സർക്കാരിനെതിരായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നിങ്ങൾ പണം കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അപ്രകാരം പണം കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. അവരുടെ പിന്നാലെ കുറെ ആളുകൾ നടക്കുന്നുമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം പണം കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് അങ്ങനെ പണം കൊടുക്കണം എന്ന അഭിപ്രായമുള്ളവർ പണം തരണം എന്നാണ് അദ്ദേഹം ക്യാൻവാസിക്കുന്നത്. ആ സംഭാഷണത്തിൽ തന്നെ ഇപ്രകാരം യാതൊരു പണവും കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരവിടെ ഉണ്ട് എന്ന കാര്യവും അത് ആ സംഘടനയിലെ തർക്കത്തിന്റെ ഭാഗമാണ് എന്നും നന്നായി ശ്രദ്ധിച്ച് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതെങ്കിലും തരത്തിൽ പണം നൽകിയതായിട്ട് അനിമോൻ പറയുന്ന ഏതൊരു വ്യക്തിയെ കുറിച്ചാണോ സ്ഥാപനത്തെ കുറിച്ചാണോ അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കി, ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല. മാത്രമല്ല, നമ്മുടെ മുമ്പിൽ ഒരു വസ്തുതയുള്ളത്, ഏതാണ്ട് 4 കോടിയോളം രൂപ അവരിപ്പോ പിരിച്ചെടുത്തിട്ടുള്ളത് അവരുടെ ഒരു കെട്ടിടം വാങ്ങാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിലെ ഏതൊരു മാധ്യമ പ്രവർത്തകർക്കും അത് ചെക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ആ കെട്ടിടം വാങ്ങാൻ വേണ്ടിയുള്ള ഇടപാടുകൾ നടന്നത് ജനറൽ ബോഡി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ്. ആ ജനറൽ ബോഡി യോഗം മുമ്പ് നടന്നു പോയതാണ്. അപ്പം അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഇക്കാര്യം പറഞ്ഞൊക്കെയുള്ള മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയ വാദങ്ങളൊന്നും അതുകൊണ്ട് തന്നെ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ അവിടെ ഒരു പിരിവ് നടന്നുള്ളത് വസ്തുതയാണ്. ഇനി നമുക്കറിയേണ്ടത്, ഇവർ ഈ പണം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തു വാങ്ങുന്നുണ്ടോ, അവിടെ PMGയുടെ അവിടെ വാങ്ങുന്നുണ്ടോ എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടത്. പക്ഷെ ഇതിനു മുമ്പൊരു സംഭവം ഉണ്ടായി. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും ഇതിലെ പിരിവുമായി ബന്ധപ്പെട്ടും ലഭിക്കുന്ന പണം കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ കെട്ടിടം വാങ്ങാൻ ഉപയോഗിക്കാതെ പ്രസിഡന്റ് വീട്ടിൽ കൊണ്ടുപോകുന്നുള്ള ഒരു പരാതിയാണ് വിജിലൻസിനും മുഖ്യമന്ത്രിക്കും കിട്ടിയത്. അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് തർക്കം കിടക്കുമ്പോഴാണ് അനിമോന്റെ ഈ സന്ദേശം വരുന്നത്. അതിൽ നിന്ന് വ്യക്തമാകാൻ കഴിയുന്ന കാര്യം എന്താണ്? ആ സംഘടനയിൽ എന്തോ ഒരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ ഭാഗമായിട്ട് ഇക്കാര്യങ്ങൾ ദുരുപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി ഇപ്പോൾ അതിന്റെ വസ്തുതകൾ കൂടുതൽ വ്യക്തമായി എന്നുള്ളേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ അനുമോൻ വെളിപ്പെടുത്തിയത് യാവും തന്നെ, അല്ലെങ്കിൽ ആ സംഭാഷണത്തിലെ ഒരു വരി പോലും ഇടതുപക്ഷ നേതൃത്വങ്ങളുടെ ആർക്കെങ്കിലും തലകുനിക്കേണ്ടതായി ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് കുറെ കൂടെ വ്യക്തമായി. എന്താണോ ഞങ്ങൾ പറഞ്ഞത് അത് കുറെ കൂടെ വ്യക്തമായി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും സർക്കാർ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം അപ്പോൾ ഏത് തരത്തിൽ നടക്കും? ഇദ്ദേഹം ഈ ആക്ഷേപത്തിൽ നിന്ന് പിന്മാറുകയാണ്? അല്ല, അദ്ദേഹം പിന്മാറിയാലും ഇല്ലെങ്കിലും ഇപ്രകാരം ഒരു പിരിവോടെ നടക്കുന്നുണ്ടോ എന്നൊരു കാര്യം പരിശോധന സർക്കാർ നടത്തും. സർക്കാരിന്റെ ഏതെങ്കിലും ഒരു നയത്തിന്റെ മറവിൽ തെറ്റായ നിലയ്ക്ക് ഇപ്രകാരം ആരും ചെയ്യാതിരിക്കാനുള്ള ജാഗ്രത സർക്കാരിനുണ്ടാവും. മാത്രമല്ല, ഇന്നലെ ബാർ ഉടമകൾ വ്യക്തമാക്കി, UDF സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടിപ്പോയ ബാറുകൾ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ അധികാരത്തിൽ വന്ന ശേഷം നിയമാനുസരണം അവർക്ക് തുറക്കാനുള്ള അനുവാദം കിട്ടി. മാത്രമല്ല, ഓൺലൈനിലാണ് ഇപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പണം മുടക്കേണ്ടി വന്നിട്ടില്ല. സ്ഥാപനങ്ങൾ വീണ്ടും ആരംഭിക്കുന്നത്.